Hello friends, welcome back to our channel Sonia's Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കറിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. നല്ല ബീഫും കൂർക്കയും കൂടി ഇട്ട് വരട്ടി എടുക്കുന്ന ഒരു കറിയാണിത്. ബീഫ് കഴിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 1 കിലോ ബീഫാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ബീഫിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് 1/2 കിലോ കൂർക്കയാണ്. അതും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. 1/4 കപ്പ് അളവിലുള്ള വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു സവാള അരിഞ്ഞത്, 3 പച്ചമുളക്. അപ്പം ആദ്യമേ ഈ ബീഫ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പം ബീഫ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയണം. അതിനുശേഷം വേണം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഈ പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 6-7 പീസ് ഏലക്ക, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ അടുപ്പിലേക്ക് വേവാനായിട്ട് വെക്കാം. അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ഈ ബീഫിലെ വെള്ളം മതി നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 2 വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പോയി കഴിയുമ്പോഴേക്കും കൂർക്ക ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ 2 വിസിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. കേട്ടോ, ബീഫൊക്കെ ഇത്രയും വേവായിട്ടുള്ളൂ, കാരണം നമ്മൾ 2 വിസിലേ അടുപ്പിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കൂർക്ക കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ബീഫിനെന്ന് വെച്ചാൽ പല ബീഫിനും പല വേവായിരിക്കും, എല്ലാത്തിനും കറക്റ്റ് ടൈം ആയിരിക്കത്തില്ല. ചിലപ്പോൾ പ്രഷർ കുക്കറിൽ ചില ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 അല്ലെങ്കിൽ 4 വിസിലടിക്കുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും. ഒരുപാട് മൂത്തിട്ടുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ചിലപ്പം 8 വിസിൽ 10 വിസിലൊക്കെ അടിക്കേണ്ടി വരും ആ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ കൂർക്കയും കൂടി ബീഫിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേവാനായിട്ട്. ഇനി ഒരു 3 വിസിലടിച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ ബീഫ് റെഡിയായി കിട്ടും. അപ്പം ഞാനിവിടെ കുക്കറൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് തുറന്നു നോക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ അതിൽ ഇത്രയും ആ നെയ്യും എല്ലാം കൂടി ചേർന്നപ്പോഴത്തേക്ക് ആ ഒരു വെള്ളമായി എന്ന് പറയുന്നത് ഇതുപോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ബീഫും കൂർക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേറൊരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ ചട്ടിയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടായ എണ്ണയിലേക്ക് 1 പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പുതിനയിലയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് അതിന്. നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇടണ്ട, ഒരു 3-4 അല്ലി ഇട്ടാൽ മതി. മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മല്ലിയില അങ്ങ് അവോയ്ഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മസാലപ്പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് മറക്കരുത് തീയ്, കാരണം ഹൈ ഫ്ലെയിമിലിട്ടാലും നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ആ മസാലയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ബീഫൊക്കെ ചേർത്ത് കൊടുക്കാം. ആ ബീഫ് വേവിക്കാൻ വെച്ചപ്പോഴേ നമ്മൾ ഒരുപാട് മസാലകൾ ചേർത്താണ് നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു സ്പൈസി ആയിട്ട് നമ്മൾ കുറച്ചുകൂടി മസാലകൾ ചേർത്തന്നേ ഉള്ളൂ ഇപ്പം. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടിയൊക്കെ വറ്റി വരണം, കാരണം ഇതിൽ കണ്ടോ ഇത്രയും വെള്ളമുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റി വരണം. കണ്ടോ, ഇത്രയും ഗ്രേവി ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത്രയും ഗ്രേവിയുടെ ആവശ്യമില്ല നമുക്ക്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില തീർന്നു പോയി. അപ്പോൾ കറിവേപ്പില കൂടി ചെല്ലുമ്പോഴത്തേക്കും കറിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. ഇനി ഇത് മൂടി ഒരു 5 മിനിറ്റ് നേരം കൂടി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാറാകുന്ന ഈ സമയത്ത് നമ്മൾ കുറച്ച്
കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ ലാസ്റ്റ് ആ ഒരു കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ കുരുമുളകിന്റെ എല്ലാം കൂടി നല്ലൊരു ഫ്ലേവർ ആണ് ആ കറിക്ക് കിട്ടുന്നത്. പിന്നെ ഇത് ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക ഇട്ട് വരട്ടിയ ബീഫ് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ് ഈ കറി കഴിക്കാനായിട്ട്. നമ്മൾ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അല്ല കപ്പയുടെ കൂടെയോ അപ്പോൾ ഏതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ബീഫ് കറി കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.